നമസ്കാരം. ഇന്ന് നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 300 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയ ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. വറവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. 1.5 ലിറ്റർ പാലാണ്, 1 ഗ്ലാസ് വെള്ളം കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് സേമിയ മതി. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയും വേണം. ആ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ സേമിയ കട്ട കുത്തിപ്പോവും. പിന്നെ അത് റെഡിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. സേമിയ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എത്ര മധുരം വേണോ അതിന് അനുസരിച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ഗ്ലാസ് പഞ്ചസാര ബാക്കി വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ, ഒരുപാട് മധുരമൊന്നും ഇതിനില്ല. ഇനി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം, നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസം വാങ്ങി വയ്ക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മുറിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്ത് കോരിയതിന് ശേഷം മുന്തിരി ഇട്ടിട്ട് വറുത്ത് കോരണം. ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് വറുത്ത് കോരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി റെഡിയായി വന്നോളും. മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഇതിലില്ല. ഇപ്പം തന്നെ നല്ല ടേസ്റ്റിലുള്ള സേമിയ പായസമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പായസം വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.